10ാം ക്ലാസ് കഴിഞ്ഞ് +1ലേക്ക് വരുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ സാധാരണ ഇങ്ങനെ +1ലേക്ക് നീറ്റ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കുട്ടികൾ കണ്ടുവരാറുള്ള കുറച്ച് കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്സ്, ഓക്കെ, അത് നിങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ നീറ്റ് പ്രിപ്പറേഷൻ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ മിസ്റ്റേക്സ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം നമ്മുടെ +1 നീറ്റ് ആസ്പിറൻസിന് ഉണ്ടാകുന്ന കുറച്ച് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള മിസ്റ്റേക്സും നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട മിസ്റ്റേക്സ് ആണ് മിസ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പം ഏറ്റവും ഒന്നാമത്തെ കാര്യമാണ് NCERT ഇഗ്നോർ ചെയ്യുക എന്നുള്ളത്. കാരണം +1ലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പലരും പല കാര്യങ്ങളായിരിക്കും പറഞ്ഞു കേട്ടിട്ടുണ്ടാവുക. ആ ബുക്ക് പഠിച്ചോ, ഈ ബുക്ക് പഠിച്ചോ, ആ ബുക്ക് വാങ്ങിച്ചോ, അതിനകത്തുള്ള കാര്യങ്ങൾ വരും അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം NCERT ടെക്സ്റ്റ് ബുക്കാണ്. +1ലെ നമ്മുടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതുപോലെ +2ലെ നമ്മുടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ഇത് പഠിക്കാതെ നിങ്ങൾ വേറെ ഏതൊക്കെ ബുക്ക് പഠിച്ചിട്ടും ഒരു കാര്യമില്ല. ഓക്കെ, സോ ആദ്യം നിങ്ങൾ ഉറപ്പിക്കേണ്ടത് നിങ്ങൾ NCERT പഠിക്കുന്നുണ്ടെന്ന് ഉറപ്പിക്കുക. കാരണം ഇപ്പോൾ നമ്മളുടെ എക്സാം വിന്നറിൻ്റെ പൃഥ്വി ബാച്ചിലൊക്കെ ആണെങ്കിൽ നമ്മൾ 2 സെഷനായിട്ടാണ്, അതായത് 2 സെഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം NCERTയുടെ ക്ലാസ്സുകൾ ഉണ്ടാവും, പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും, അതിനുശേഷമാണ് നീറ്റിൻ്റെ ക്ലാസ് വരുന്നത്. അപ്പോൾ മൺഡേ ടു ഫ്രൈഡേ നമ്മൾ കംപ്ലീറ്റ് നമുക്ക് ആ ദിവസങ്ങളിൽ ഉണ്ടാകുന്ന ക്ലാസ്സുകൾ കംപ്ലീറ്റ് നമ്മുടെ NCERT ബേസ്ഡ് ആയിരിക്കും. അവിടെ നിങ്ങൾ NCERT കംപ്ലീറ്റ് കവർ ചെയ്ത് സാറ്റർഡേ സൺഡേസ്, അതായത് NCERT ബേസ്ഡ് ആണ് നിങ്ങൾ നീറ്റ് എക്സാം വരിക. ഓക്കെ, അപ്പോൾ നിങ്ങൾ NCERT പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ വളരെ കുറച്ച് കാര്യങ്ങളെ നിങ്ങൾക്ക് എന്തുണ്ടാവുള്ളൂ, നീറ്റിന് വേണ്ടി പഠിക്കാനുണ്ടാവുള്ളൂ. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, MCQ ടെസ്റ്റുകൾ എടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ പ്രാക്ടീസ് ആണ് ബാക്കി 50%. 50% NCERT ആണെങ്കിൽ ബാക്കി 50% നിങ്ങൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. പലരും ചെയ്യാത്തൊരു കാര്യമാണ്. അതായത് തുടക്കത്തിൽ നമുക്ക് അറിയാതെ ആകുമ്പോൾ എന്താണ്, ലാസ്റ്റിലേക്ക്, അതായത് പ്രത്യേകിച്ച് +1 എക്സാം ഒക്കെ കഴിയുമ്പോഴായിരിക്കും ചിന്തിക്കുന്നത്, അയ്യോ ഞാൻ ക്വസ്റ്റ്യൻസ് ഒന്നും പ്രാക്ടീസ് ചെയ്ത് ശീലിച്ചില്ലല്ലോ. അവിടെയായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, MCQs പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ തുടങ്ങുക. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് പേപ്പർ പെൻ ടെസ്റ്റാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഇതേപോലത്തെ OMR ഷീറ്റ് നിങ്ങൾക്ക് നമ്മൾ ഗൂഗിളിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അങ്ങനത്തെ ഷീറ്റ് വാങ്ങിക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും വളരെ ചീപ്പായിട്ട് പ്രിൻ്റ് കിട്ടുന്ന, ബൾക്കായിട്ടൊക്കെ പ്രിൻ്റ് എടുക്കുമ്പോൾ നമുക്ക് വളരെ ചീപ്പായിട്ട് കിട്ടും. അങ്ങനെ ബൾക്കായിട്ട് ഇതെന്ത് ചെയ്യുക, ഈ OMR ഷീറ്റ് പ്രിൻ്റ് എടുക്കുക. എന്നിട്ട് നിങ്ങൾ പേപ്പർ പെൻ ഉപയോഗിച്ച് തന്നെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. ഓക്കെ, അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന മിസ്റ്റേക്കുകൾ നമുക്ക് അവിടെ തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾ +1 തീർന്നിട്ടോ നിങ്ങൾ നീറ്റ് എക്സാമിൻ്റെ ലാസ്റ്റ് സമയത്തോ അല്ല ചെയ്യേണ്ടത്, സ്റ്റാർട്ടിങ് മുതൽ തന്നെ ചെയ്തു തുടങ്ങണം. ഓക്കെ, ഇനി മൂന്നാമത്തെ കാര്യമാണ് നമ്മൾ പാസീവ് സ്റ്റഡി. നമുക്കത് ഭയങ്കര ഈസിയാണ്. ഒരു സ്ഥലത്തിരുന്ന് ടേബിളും വെച്ചിരുന്ന് ബുക്ക് ഇങ്ങനെ നോക്കി ഇങ്ങനെ വായിച്ചു പോയാൽ മതി. അവിടെ ആക്ച്വലി നമ്മുടെ ശരീരത്തിൽ അവിടെ ഉണ്ടാകും, പക്ഷെ നമ്മുടെ മനസ്സ് വേറെ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഒരു കാരണവശാലും പാസീവ് സ്റ്റഡി ചെയ്യാതിരിക്കുക. അപ്പോൾ നിങ്ങളൊരു ടീച്ചറുടെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ലെക്ചർ നോട്ട് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഉറക്കെ വായിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് ബുക്ക് അടച്ചു വെച്ചതിന് ശേഷം നമ്മളൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ റിവൈസ് ചെയ്യാം. ഇതൊക്കെ ആക്റ്റീവ് ലേണിങ്ങിൽ വരുന്നതാണ്. സോ പാസീവ് ലേണിംഗ് ഒഴിവാക്കി ആക്റ്റീവ് ലേണിങ്ങിലേക്ക് മാറാം. ദെൻ നമ്മൾ അടുത്ത ടിപ്പാണ് ഓവറായിട്ട് നോട്ട്സിനെ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പം നോട്ട്സ് എന്ന് പറഞ്ഞാൽ നോട്ട്സ് അത്യാവശ്യമാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കൊക്കെ വായിച്ച് നിങ്ങൾ കോൺസെപ്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ നിങ്ങളൊരു നോട്ടിൽ എഴുതുകയാണെങ്കിൽ അത് നിങ്ങളുടെ റിവിഷൻ ഈസി ആക്കും. നിങ്ങൾക്ക് അവിടെ നല്ല രീതിയിൽ പിന്നെ രണ്ടാമത്തെ തവണ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആവും. പക്ഷേ ഈ നോട്ട്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇഗ്നോർ ചെയ്യുന്നത് നമ്മുടെ NCERT ആയിരിക്കും. അപ്പം അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. നമ്മുടെ ലാസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ടൈം മാനേജ്മെൻറ്റ് ഇഗ്നോർ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ നീറ്റ് എക്സാം എന്ന് പറയുന്നത് 3 hours ആണ്. അപ്പോൾ നിങ്ങൾ 3 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ഫിസിക്സിൻ്റെ, കെമിസ്ട്രിയുടെ, ബയോളജിയുടെ 90 ക്വസ്റ്റ്യൻസ്, ഫിസിക്സിൻ്റെ 45 ക്വസ്റ്റ്യൻസ്, കെമിസ്ട്രിയുടെ 45 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് തീർക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പോഴേ തന്നെ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ഇപ്പോഴേ തന്നെ പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം ഹാളിൽ ഈ ടൈം മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഓരോ ടെസ്റ്റുകളൊക്കെ എടുക്കുന്ന സമയത്ത് ടൈം ബൗണ്ടഡ് ആയിട്ട് തന്നെ ടെസ്റ്റ് എടുക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അങ്ങനെയാണല്ലേ ചെയ്യേണ്ടത്, എന്നാൽ 180 ക്വസ്റ്റ്യൻസ് ഞാൻ എന്ത് ചെയ്യും 3 മണിക്കൂറിനുള്ളിൽ ഇന്ന് തന്നെ തീർക്കും എന്ന് കരുതരുത്. അതായത് എടുത്തുചാട്ടമായിപ്പോൾ ആ സ്പീഡും അക്യുറസിയും ഒക്കെ നമുക്ക് പതിയെയാണ് വരിക. അപ്പോൾ നമ്മൾ ആദ്യം അതെന്ത് ചെയ്യാം, ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 45 ക്വസ്റ്റ്യൻസ് ഞാനതൊരു 1 hourൽ തീർക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. ബയോളജിക്ക് ആണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഇനി നിങ്ങൾക്ക് അതിലും സ്ലോ ആയിട്ടാണ് പറ്റുന്നതെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഒരു 1.5 മണിക്കൂറിൽ നിങ്ങൾ ട്രൈ ചെയ്യുക.
അങ്ങനെ ട്രൈ ചെയ്ത് അതേ പേസിൽ പോവാതെ നെക്സ്റ്റ് മന്തൊക്കെ ആകുമ്പോഴേക്ക് നിങ്ങൾ എന്ത് ചെയ്യാം, സമയം കുറച്ചുകൂടി ഒന്ന് കുറയ്ക്കാൻ വേണ്ടി നോക്കുക. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കിത് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ ഭയങ്കര ടൈം കുറച്ച് ഇങ്ങനെ ചെയ്യുന്നു നോക്കണ്ട. ആദ്യമൊക്കെ കുറച്ച് ടൈം എടുക്കും, കാരണം നമ്മളത് പഠിച്ചു വരുന്നേ ഉള്ളൂ, നമ്മളതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ. ഫിസിക്സിനൊക്കെ ആണെങ്കിൽ തുടക്കത്തിൽ കുറച്ചധികം ടൈം എടുക്കും. ഓക്കെ. അപ്പോൾ പതിയെ പക്ഷേ ആ സമയം കുറച്ച് കൊണ്ടുവരാനും ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഈ കാര്യങ്ങൾ നിങ്ങൾ തുടക്കത്തിലേ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ മിസ്റ്റേക്സ് നിങ്ങൾ തുടക്കത്തിലേ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ മിസ്റ്റേക്സ് ഒക്കെ അവോയ്ഡ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് +1 കാര്യങ്ങൾ പഠിക്കാനും മുന്നോട്ട് പോകാനും പറ്റും. ഓക്കെ, അപ്പോൾ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. റെഡി? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.